മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഉണ്ണി ഇങ്ങനെ വരുമ്പോൾ തന്നെ ദുർഗ ഇങ്ങനെ വിഷമത്തോടു കൂടി ഇരിക്കുന്ന കാണുമ്പോൾ ഉണ്ണി ചോദിക്കും, എന്താ ഇവിടുത്തെ പൂജയും മാലയിടലെല്ലാം കഴിഞ്ഞോ എന്ന് ചോദിക്കും. ആ കഴിഞ്ഞു, കഞ്ഞിയും കുടിച്ച് ഇരിപ്പാണ് എന്നിങ്ങനെ പറയും. അതേസമയം മേഘനാഥൻ അറിഞ്ഞില്ലേ, മേഘനാഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ ദുർഗ എന്ത്, മേഘനാഥനെ അറസ്റ്റ് ചെയ്തെന്നോ ചോദിക്കും. അത് കേട്ടുകൊണ്ടാണ് മഹിയും കണ്ണനും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. നിങ്ങൾക്ക് നാണമുണ്ടോ? അവനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക്, എടാ നിൻ്റെ പെങ്ങളെയല്ലേ അവൻ അത്ര ചെറുതാകുമ്പോൾ തുടങ്ങി അവനെ പ്രേമിച്ചിരുന്നതാണ്. എന്നിട്ട് വേറൊരു കുഞ്ഞുമായിട്ട് വേറൊരു പെണ്ണിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാടാ അവനെ സഹകരിക്കാൻ തോന്നുന്നത്? ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഏടത്തിയുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ സാഗർ, അവരെ നിങ്ങൾ ഒത്താശ ചെയ്യണില്ലേ എന്ന് ഉണ്ണി ചോദിക്കും. ഇല്ല, ഞങ്ങൾ ഒരിക്കലും മഞ്ജു സാഗറിൻ്റെ കൂടെ ആയത് കാരണം മാത്രമാണ് ഞങ്ങൾ അവളെ സഹകരിക്കാത്തത്. അവനെ കളഞ്ഞിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും. പക്ഷേ അവരിപ്പോൾ നല്ല രീതിക്കാണ് ജീവിക്കുന്നത്. എടാ അവനൊരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. അവൻ്റെ കാറിൽ കഞ്ചാവ് വെച്ചത് മേഘനാഥൻ മാത്രമാണ്. നിങ്ങൾക്ക് നാണമുണ്ടടാ, നീയൊരു നല്ല ആങ്ങളെയാണോ? നിൻ്റെ പെങ്ങളെയല്ലേ അവൻ ഈ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഉണ്ണിക്ക് ചില സമയത്ത് ഉത്തരം മുട്ടിപ്പോവുകയാണ് കേട്ടോ. ഞാൻ ഇന്ന് മാലയിട്ടത് കാരണമാണ് ഞാൻ ഒന്നും പറയാത്തത്. അവൾക്ക് അങ്ങനെ ഒരു ഗതി വന്നിട്ടുണ്ട് പറഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾ അവളെ മരിക്കാനുള്ള അവസരം വരത്തില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ അവളെ ഇവിടെ കൊണ്ടുവന്നിട്ട് നോക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ഒരിക്കലും ഒരു വിവരം വരില്ല, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണ കണ്ണൻ. അതിനുശേഷം ദുർഗ ഉണ്ണിയോട് പറയണേ, എടാ ശരിയാണ്, മേഘനാഥൻ ചെയ്തത് തീരെ ശരിയല്ല. കാരണം മഞ്ജുവിനെ കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ മാനസയിൽ അവനൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ സഹിക്കോടാ, അതല്ലേ മഞ്ജു ചെയ്തുള്ളൂ എന്നിങ്ങനെ ദുർഗ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ഉണ്ണിക്ക് തോന്നുകയാണ് അത് ശരിയാണ് എന്നിങ്ങനെ തോന്നുകയാണ് കേട്ടോ. പിന്നീട് മാർക്കോ മേഘനാഥനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് വരികയാണ് കേട്ടോ. എടാ നീ ആണ് എന്നെ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുക. അതെടാ സാഗറെ, നീ കുറച്ചേ വെച്ചുള്ളൂ, പക്ഷെ നിനക്ക് കൂടുതലാണ്, നിനക്കൊരു ജാമ്യമേ കിട്ടില്ല, നീ അത് വെക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലാലേ എന്ന് ചോദിക്കും. ഞാനല്ലാതെ ചെയ്തത്, വേറെ ആരോ ആണ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുക. എടാ അവരെ ഒന്നിപ്പിച്ചത് ഞാനാണ്, നീ ഇനി അവരുടെ ബാക്കിൽ പോവേ, അവരുടെ മേത്തൊരു തുള്ളി മണ്ണ് വാരിയിടുക ചെയ്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. കാരണം എന്നെ നീ ഇല്ലാതാക്കിയിട്ട് എനിക്ക് അവരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതേസമയം ഞാനല്ല അത് ചെയ്തത് എന്നിങ്ങനെ പറയടാ, നീയാണ് ചെയ്തത് എന്നുള്ളതിന് നല്ല തെളിവുണ്ട്, നീ കേൾക്കണോ അതെന്താ തെളിവ് എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് മാർക്കോ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. തോമസ് വൈദ്യരുടെ അടുത്തേക്ക് തോമസ് വൈദ്യർ ഇവരെ വിളിക്കുകയാണ്. വിളിച്ചതിന് ശേഷം അവിടുന്ന് പോയതും അതേപോലെ തന്നെ തോമസ് വൈദ്യർ അവിടെ ഇരുന്ന് കടയിലേക്ക് പോയപ്പോൾ സാഗർ ഇങ്ങനെ ഫോൺ ചെയ്ത് നിൽക്കുമ്പോൾ മേഘനാഥൻ്റെ ആൾ വന്നിട്ട് കാറിനകത്ത് വെക്കുന്നതും എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം തോമസ് വൈദ്യർ പറയുന്നുണ്ട്, നല്ലൊരു ചെറുപ്പക്കാരനാണ് അവൻ, പഴയ സാഗറേ അല്ല. എനിക്കറിയായിരുന്നു അവനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. നിങ്ങൾക്കും അതേപോലെ തന്നെയല്ലേ, ഞങ്ങളല്ലേ അവരെ ഒന്നിപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്, അവർ നന്നായി ജീവിക്കണമെന്ന്. അത് കേൾക്കുമ്പോൾ തോമസ് വൈദ്യർ പറയും, അവർ മഹാലക്ഷ്മിയും കണ്ണനെ പോലെയാണ്, അവരൊരിക്കലും വേർപിരിയില്ല എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ഇത്രയും പ്രശ്നം വന്നിട്ട് മഞ്ജു അവനെ തള്ളി പറഞ്ഞില്ല, അതാണ് ഒരു സമാധാനം. ഞങ്ങളാണല്ലോ അവരെ ഒന്നിപ്പിച്ചത്, അവരെ നന്നായി ജീവിക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ കണ്ണൻ സാർക്കും മഹാലക്ഷ്മി മാഡത്തിനും സാഗറിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറുമായിരിക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ആ പ്രതി ആരാണെന്നുള്ളത് എനിക്കറിയാം, അവനെ ഞാൻ ഇന്ന് തന്നെ കണ്ടെത്തി തരും എന്ന് തോമസ് വൈദ്യരോട് പറയണം കേട്ടോ. എന്നോട് കാണിച്ചിട്ട് കാര്യമില്ല, അത് നിങ്ങൾ തെളിവോട് കൂടിയിട്ട് കോടതിയിലാണ് കാണിക്കേണ്ടത് എന്ന് തോമസ് വൈദ്യർ പറയണം കേട്ടോ. അത് കേട്ട് കഴിയുമ്പോൾ മേഘനാഥനാകെ സ്തംഭിച്ചു പോകുകയാണ്. കറക്റ്റായിട്ട് അറിഞ്ഞല്ലോ, ഇനി നിന്നെ കുടുക്കിയത് എങ്ങനെയാണെന്ന് അറിയണടാ നിനക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം മേഘനാഥൻ്റെ ആ കൂട്ടുകാരൻ, കഞ്ചാവ് വെച്ചിരിക്കുന്ന ആ കൂട്ടുകാരനെ മാർക്കോയും ലോപ്പസും കൂടി പോയി പിടിച്ച് അവനെ ഇടിച്ച് അവനാണ് ഈ കാര്യങ്ങളെല്ലാം പറയണത് എന്ന് മേഘനാഥനോട് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മേഘനാഥനാകെ സ്തംഭിച്ച് നിൽക്കുക.